പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ അവർ ഓൺലൈനായി പങ്കെടുത്ത അതിപ്രധാനമായിട്ടുള്ള യോഗം നടന്നു. മുഖ്യമന്ത്രി ചെയർ ചെയ്ത മീറ്റിംഗിൽ പ്രിയങ്ക ഗാന്ധി അടക്കം ഓൺലൈനിൽ പങ്കെടുത്ത് എല്ലാ കാര്യങ്ങളിലും അവർക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. അവർ ആ കാഴ്ചപ്പാടുകൾ മുഴുവൻ ഞങ്ങളുമായിട്ട് പങ്കുവച്ചിട്ടുണ്ട്. ഒരാളുടെ ഇടപെടൽ സാന്നിധ്യം കൊണ്ട് മാത്രമല്ല, ഒരാളുടെ ഇടപെടൽ വിദൂരതയിൽ നിന്നാണെങ്കിലും ദൂരെ നിന്നാണെങ്കിലും സമഗ്രമായി ഇടപെടുക എന്നുള്ളതാണ്, റിസൾട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആ റിസൾട്ട് കൃത്യമായി ഉണ്ടാക്കി. എനിക്ക് ഈ ഒരു കാര്യം കേട്ടപ്പോഴത്തേക്കും വയനാട്ടിലെ പാവം ജനങ്ങളോട് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ വല്ലാത്ത ഒരു കുരുക്കിലാണ് പെട്ടിരിക്കുന്നതെന്ന് പറയണോടെ. കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് സ്വന്തമായിട്ടൊരു MP ഉണ്ട്. പക്ഷെ ആ MP കാണണമെങ്കിൽ അവർ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കേണ്ടി വരും. അവിടെ ഇനി എന്തൊക്കെ ദുരന്തം ഉണ്ടായാലും സമയത്ത് ആ MP അവിടെ കാണത്തില്ല, ആ MP വരത്തൂല. പകരം വിദൂരതയിൽ നിന്നുകൊണ്ട് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കും, വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കും. എന്തൊക്കെയാണ് ഈ പറയുന്നത്? കോൺഗ്രസിന്റെ മന്ത്രി പറഞ്ഞ കാര്യമാണ്. വയനാടിന്റെ കാർഷിക സംസ്കാരം ഉൾക്കൊള്ളുന്ന വ്യക്തി വിദൂരതയിൽ നിന്നാണെങ്കിലും പ്രിയങ്ക ഗാന്ധി കള്ളാടി ദുരന്തത്തിൽ ഫലപ്രദമായി ഇടപെട്ടു. നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഒരു ഇത് ആ ജനങ്ങളോട് ഉണ്ടായിരുന്നെങ്കിൽ പ്രിയങ്ക ഗാന്ധി എന്ന് പറയുന്ന വയനാട് MP അവിടെ എത്തിയേനെ. എന്നിട്ട് അതിനെ വെളുപ്പിക്കാനായിട്ട്, അതായത് പലയിടത്തു നിന്നും ഇപ്പോൾ ചോദ്യങ്ങൾ ഉയരുന്നു. എവിടെ പ്രിയങ്ക ഗാന്ധി? എവിടെ വയനാട്ടുകാർ വിജയിപ്പിച്ച, വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച് വിട്ട പ്രിയങ്ക ഗാന്ധി എവിടെ എന്നുള്ള ചോദ്യങ്ങൾ ഉയരുമ്പോഴത്തേക്കും കോൺഗ്രസിന് മിണ്ടാട്ടമില്ല. ഇപ്പോൾ വന്നിരുന്നു കൊണ്ട് പറയുന്ന കാര്യമാണ് അങ്ങ് വിദൂരതയിൽ നിന്നുകൊണ്ട് പ്രിയങ്ക ഗാന്ധി എല്ലാ കാര്യത്തിലും ഇടപെട്ടു എന്ന്. ഇതെങ്ങാനും ഈ ഒരു സിറ്റുവേഷൻ BJPയിലെ സംഘിക്കൂട്ടത്തിലെ ആരെങ്കിലും ആയിരിക്കണമായിരുന്നു, ഇവരൊക്കെ തന്നെ അവരെ എന്തൊക്കെ പറയുമായിരുന്നു എന്നുള്ളതിന് കണക്കും കാര്യവും കാണത്തില്ല. ഇതിപ്പോ പ്രിയങ്ക ഗാന്ധി അല്ലേ, അതുകൊണ്ട് തന്നെയും അതിനെ ഒന്നും പറഞ്ഞുകൂടാ. ഈ പറയുന്ന തരത്തിൽ അവർ ചെയ്യുന്നത് എല്ലാം ശരിയാണ്, നമ്മൾ അംഗീകരിക്കണം. ജനങ്ങളുടെ വോട്ട് കൊണ്ടാണ് പ്രിയങ്ക ഗാന്ധി വിജയിച്ചിരിക്കുന്നത്. ഇത്രത്തോളം ജനങ്ങൾ വോട്ട് ചെയ്ത് അവരെ വിജയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ജനങ്ങളോട് കുറച്ചെങ്കിലും ഉത്തരവാദിത്തം കാണിക്കാനായിട്ടുള്ള ഒരു ഇത് പ്രിയങ്ക ഗാന്ധിക്ക് ഉണ്ടാവണം. എവിടെ പ്രിയങ്ക ഗാന്ധി? എവിടെയാണ് പ്രിയങ്ക ഗാന്ധി? എന്താണ് ഇത്ര വലിയ ഒരു ദുരന്തം നടന്നിട്ട് പോലും ഒരു തരത്തിലും ആ സ്ഥലത്തൊന്ന് അവിടെ ഒന്ന് കാണാനോ ആ ജനങ്ങളെ ഒന്ന് നേരിട്ട് കാണാനോ വരാനായിട്ട് ഇത്രത്തോളം സമയം കിട്ടാതെ എവിടെയാണ് പ്രിയങ്ക ഗാന്ധി? ജയിച്ചത് വയനാട്ടിലല്ലേ, വേറെ എവിടെയല്ലല്ലോ. എന്നിട്ട് വയനാട്ടിലെ ജനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതെ എവിടെയാണ് പ്രിയങ്ക ഗാന്ധി? എവിടെയാണ് രാഹുൽ ഗാന്ധി, മുൻ MP? വയനാട്ടിലെ മുൻ MP എവിടെയാണ്? ഇതൊക്കെ തന്നെ ഒരു ചോദ്യമാണ്. മലയാളികളെ വെറും വിഡ്ഢികളാക്കരുത് എന്നത് മാത്രമേ പറയാനുള്ളൂ. എന്തൊക്കെ കാണിച്ചാലും എന്തൊക്കെ ചെയ്താലും ഇനി വന്നില്ലെങ്കിൽ പോലും വോട്ട് ഞങ്ങൾക്കാണ് എന്ന ആ ഒരു ധൈര്യമാണോ ഇങ്ങനെയൊക്കെ കാണിക്കാനായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്? പറയാതിരിക്കാൻ പറ്റുന്നില്ല. കഷ്ടമാണ് വയനാട്ടിലെ പാവപ്പെട്ട ജനങ്ങളുടെ കാര്യം. പ്രിയങ്ക ഗാന്ധിക്ക് വോട്ട് ചെയ്ത് അവർ പെട്ടുപോയ ഒരു അവസ്ഥയിലോട്ട് വരെ ഇപ്പോൾ കാര്യങ്ങൾ എത്തിച്ചു. എന്നിട്ട് ഇപ്പോൾ പെട്ടെന്ന് മനസ്സിലായപ്പോഴത്തേക്കും ഈ പറയുന്ന രീതിയിൽ കോൺഗ്രസ് തന്നെ പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടി വെളുപ്പീര് നാടകവുമായിട്ട് ഇപ്പോൾ രംഗത്തെത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ഇതൊന്നും കാണുന്ന ജനങ്ങൾ പൊട്ടന്മാരല്ല എന്ന് ചിന്തിക്കണം ആദ്യം.